ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? അവധ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനം ഓപ്ഷൻ സി ആണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ്. പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യമായി 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ്? വാഗൺ ട്രാജഡി. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ശരിയായ ജോഡി 1, 2, 3. കൊടിയരശു ഇ വി രാമസ്വാമി നായ്ക്കർ, വിവേകവർധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവ് ഫുലെ. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസാം. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? 4 ഉപഗ്രഹം. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്നുത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ബാർലി, പയറുവർഗം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം പശ്ചിമഘട്ടം. തിയായ്മുഖ് ഡാം ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിനു കാരണമാണ്? ഇന്ത്യ, ബംഗ്ലാദേശ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ബി. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. ഗോൾഡൻ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടികൾച്ചർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മെഹലനോബിസ്. ധനബില്ലിനെ സംബന്ധിച്ച ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 109. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് മായം ചേർക്കൽ, തൊഴിൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1949 ഡിസംബർ 9. 1946 ഡിസംബർ 9 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത് PK തുങ്കൻ കമ്മിറ്റി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ്, ക്വോ വാറന്റോ, സെർഷ്യോററി. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, പരിസ്ഥിതി സംരക്ഷണം. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി 44. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് 5. കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതി 2022 മുതൽ 27 വരെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്? കുടുംബശ്രീ. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ ആർട്ടിക്കിൾ 243(i)യും 243(y)യും. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് 22 രൂപ. മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക്. സമന്വയ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിന്. അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾക്ക്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവർക്ക്. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടെ അംഗീകരിച്ചത്? മലേറിയ. അവകാശവാദം. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു.
കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. വാദം ശരിയാണ്, കാരണം തെറ്റാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ 2, 4, 5 എന്നിവ ശരിയാണ്. തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തളർച്ച, ഹൃദയസ്തംഭം എന്നിവ ലക്ഷണങ്ങളാണ്. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ്? UAE. ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും തുല്യമായിരിക്കും? -40 ഡിഗ്രി. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുമ്പോൾ ഏതിനാണ് മാറ്റമില്ലാത്തത്? ആവൃത്തി. ചന്ദ്രയാൻ 3 റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഓക്സിജന്റെയും സൾഫറിന്റെയും. അക്വ റീജിയ, HCl, HNO3. വാഷിംഗ് സോഡ, Na2CO3, 10H2O. സാന്ദ്രത കുറവായതിനാൽ വിമാനബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയം. ദ്രവ്യത്തിന്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത വാങ്കേരി മാതായ്. ദി സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ്? A.J. ക്രോണിൻ. കേരളത്തിലെ ഏതു ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപകമാണ് അലാമിക്കളി? കാസർഗോഡ്. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി പി. കുഞ്ഞിരാമൻ നായർ. 2023 പുറത്തിറങ്ങിയ ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ്. കുലം കൂലം ശരിയായ അർത്ഥജോഡി വംശം തീരം. ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം മരുമകൻ. ശരിയായ വാക്യമേത്? ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും. NOC ഇതിനു തത്തുല്യമായി ഉപയോഗിക്കുന്ന പദം നിരാക്ഷേപപത്രം. അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം മതിയെന്നുള്ള ഭാവം. ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം നനവുള്ള. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശ സന്ധിക്ക് ഉദാഹരണമല്ലാത്തത് വിണ്ണാർ. ഋഷിയെ സംബന്ധിച്ചത് ആർഷ. സർക്കുലർ എന്ന പദത്തിനു പകരം ഉപയോഗിക്കാവുന്ന ഭാഷാപദം പരിപത്രം. വൃദ്ധി എന്ന പദത്തിന്റെ വിപരീതം ക്ഷയം. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ സെൻട്രൽ ജയിൽ. കേരള സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ തവനൂർ. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ട്. സമാനമായ തസ്തിക വനിതാ ജയിൽ സൂപ്രണ്ട്. നെട്ടുകാൽ തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം 1962. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ തിരുവനന്തപുരം. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ PA to DGP. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് വിജിലൻസ്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുവാനുള്ള സമയപരിധി 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന് കോടതി വിധിയുള്ളവ. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് വൈസ് പ്രസിഡന്റ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് നിർവചിക്കുന്നത് വകുപ്പ് 2(1)(c). ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയുണ്ട്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ സിഗ്മണ്ട് ഫ്രോയിഡ്.
താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള ബുദ്ധിമുട്ട്. താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം വർദ്ധിച്ച ഹൃദയമിടിപ്പ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹോവാർഡ് ഗാർഡനർ. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്തപ്രകാരം ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ആവശ്യം സ്നേഹസംബന്ധമായ ആവശ്യം.